സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീണ്ടും മരണമുണ്ടായിരിക്കുന്നു. കാസർഗോഡ് കുഴിമന്തി കഴിച്ച് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. തലക്ക സ്വദേശി അഞ്ജുശ്രീ ആണ് ഓൺലൈൻ വഴി വാങ്ങിക്കഴിച്ച ബംഗളൂരുവിൽ നിന്ന് വാങ്ങിക്കഴിച്ച ഭക്ഷണത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റത്. മംഗളൂരുവിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് 6 ദിവസത്തിനിടെ 2 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി വൃന്ദ ചേരുന്നു. വൃന്ദ, ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? കാസർഗോഡ് കുഴിമന്തി കഴിച്ചതിന് പിന്നാലെയാണ് പെൺകുട്ടി മരിച്ചത്. കാസർഗോഡ് തലക്ലായിലെ അഞ്ജുശ്രീ പാർവതിയാണ് 19 വയസ്സുള്ള പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. ഓൺലൈനായിട്ട് വാങ്ങിയ കുഴിമന്തി ഹോട്ടലിൽ നിന്നും ഓൺലൈനായി ഇവർ ന്യൂ ഇയർ ദിവസം ഓൺലൈനായി ഭക്ഷണം വാങ്ങി കഴിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ഇവരെ അടുത്തുള്ള കാസർഗോഡ് ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇവിടുന്നും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മംഗളൂരുവിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഭക്ഷ്യവിഷബാധയാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ. ഇപ്പോൾ ആശുപത്രി അധികൃതർ ഇതിനോട് പ്രതികരിച്ചില്ല. ഭക്ഷ്യവിഷബാധ തന്നെ ആയിരിക്കണം മരണത്തിന് കാരണം എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ നിലവിൽ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 2 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചിരിക്കുന്നത്. നേരത്തെ കോട്ടയം സ്വദേശിയായിട്ടുള്ള കോട്ടയത്ത് രശ്മി രാജ് ഇതേപോലെ ഓൺലൈനായി ഹോട്ടലിൽ നിന്നും ഓൺലൈനായി ഭക്ഷണം വാങ്ങിക്കഴിച്ച് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇത് 2ാമത്തെ ആളാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് കർശനമായും ഇപ്പോൾ ഹോട്ടലുകളെല്ലാം പരിശോധന നടത്തി വരികയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ഇത്തരത്തിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. പരിശോധനയിൽ നിരവധി ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നിലവിൽ ഇന്നും തുടരുന്ന ദിവസങ്ങളിലും ഇന്നലകളിലുമെല്ലാം നിരവധി ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും നിരവധി പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കാസർഗോഡ് കുഴിമന്തി കഴിച്ചതിന് ശേഷം പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാകും. വൃന്ദ, ചികിത്സയ്ക്കായി ആണോ മംഗളൂരുവിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയത്? അതെ, നേരത്തെ ഈ ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാസർഗോഡ് ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് അവിടെ നിന്ന് സ്ഥിതി വളരെ മോശമാവുകയും അവിടെ നിന്ന് മംഗളൂരുവിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും പെൺകുട്ടിയെ മാറ്റുകയായിരുന്നു. ഇവിടെ എത്തിയിട്ടും സ്ഥിതി വളരെ ഗുരുതരമാവുകയായിരുന്നു ചെയ്തത്. ഓൺലൈനായിട്ട് ഭക്ഷണം വാങ്ങുന്നത് 1-ാം തീയതി, അതായത് ഡിസംബർ 1 അല്ലെങ്കിൽ പുതുവത്സര ദിവസത്തിലാണ്